അപ്പം ഞാൻ കോസ്റ്റ് ഗാർഡ് IG-യുമായിട്ട് സംസാരിച്ചു. കോസ്റ്റ് ഗാർഡിൻ്റെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളെ കൂടെ കൂട്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ സെർച്ച് നടത്തുന്നത്. ഏതായാലും ആ അന്വേഷണം വീണ്ടും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡ് സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. നേവി ഉണ്ട്, നേവിയുടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആളുകളുണ്ട്. പരമാവധി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ പ്രയാസമുള്ള വേദനയുള്ള ഒരു സംഭവമാണ്. ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതായത് ഞാൻ രഞ്ജുവായിട്ട് സംസാരിക്കുകയായിരുന്നു. വളരെയേറെ വിഷമം, സഹിക്കാൻ വയ്യാത്ത ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. അപ്പോൾ അവർ ആശുപത്രിയിൽ പോയി പരിശോധന കഴിഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇതാണ്. ഏതായാലും സർക്കാരിനെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകും. സെർച്ച് വീണ്ടും തുടരും. TG മോഹൻദാസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ തെരച്ചിലൊന്ന് ഊർജിതമായത്. ഈ 6 ദിവസം ആ ഗോൾഡൻ അവേഴ്സിൽ പോലും വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷിക്കും എന്താകുന്നത്. കാരണം സംഭവം ഉണ്ടാകും അപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിലാണ്. നമ്മളപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. കോസ്റ്റ് ഗാർഡ് ഞാൻ കോസ്റ്റ് ഗാർഡ് IG അക്ബറുമായിട്ട് അപ്പം തന്നെ സംസാരിച്ചതാണ്. കോസ്റ്റ് ഗാർഡിന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ തദ്ദേശവാസികളെ കൂടി കടലിൽ പോകുന്ന പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂട്ടി പോകണമെന്ന് പറയാറുണ്ട്. അവരാദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പരിശ്രമം ഇപ്പോഴും തുടരുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നും അദ്ദേഹത്തോട് എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. ഇന്ന് ഞാൻ വീണ്ടും പറഞ്ഞത് അന്വേഷണം തുടരട്ടെ. ഇപ്പോൾ അന്വേഷണം നിർത്തിവെക്കേണ്ട കാര്യമില്ല. ഇപ്പം നേവി വന്നു, സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. കോസ്റ്റൽ പോലീസിന്റെ നവീകരണം ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. കോസ്റ്റൽ പോലീസിന് കൂടുതൽ സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും അത് നോക്കുക. കോസ്റ്റൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ സൗകര്യങ്ങളാണ് പലപ്പോഴും അവർക്കുള്ളത്. അവർക്ക് വേണ്ടത്ര ബോട്ടുകളും ഇല്ല, വാഹനമില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. അത് ഏതായാലും ഈ സംഭവത്തോട് കണ്ണു തുറപ്പിക്കും. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകും. അപ്പോൾ അവർ ഈ ജീപ്പില്ല, ബോട്ടില്ല, അതൊക്കെയാണ് അവരുടെ പരാതികൾ. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് അതിനൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. 10 വർഷമായി. അപ്പം അത് പൂർത്തിയാക്കും. തന്നെയല്ല അതിനാവശ്യമായ സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, സംശയം വേണ്ട. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കണ്ട. കാരണം ഇതിപ്പം ഇങ്ങനെ ഈ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരാനാണ് ഞാനിവിടെ വന്നത്. വാസ്തവത്തിൽ കുടുംബത്തിലെ 3 പേര് മരിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കാണാതാവുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ദുഃഖമാണ്. 10 ദിവസമായില്ലേ. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം. ഏതായാലും നമ്മൾ തെരച്ചിൽ തുടരട്ടെ. ചിലപ്പം തെരച്ചിൽ നടന്നു കഴിഞ്ഞാൽ അത് നിർത്തിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തുടരാനാണ് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് ക്യാബിനറ്റ് കാര്യം ഉന്നയിക്കും. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഇവിടുത്തെ MLA കൂടിയായ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. സർക്കാർ തീർച്ചയായിട്ടും എല്ലാ സഹായങ്ങളും ചെയ്യും, ഒരു സംശയമില്ല. കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള പ്രയാസവും വേണ്ട. അക്കാര്യമൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ TJ മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് കൃത്യമായ നടപടിയിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. അല്ല, അത് എനിക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ ആ പരാതി ഞാൻ IG-ക്ക് നൽകിയതാണ്. IG സൈബർ സെല്ലിന് നൽകിയതാണ്. അവർ നിയമപരമായ നടപടികൾ എടുക്കും. ഇന്നിപ്പോൾ നിർണായകമായ 2 സംഭവങ്ങളിലാണ് കേരള പോലീസ് ഇടപെടുന്നത്. രാവിലെ അർജുന INGS സാഹസികമായി പിടികൂടുന്നു. പിന്നെ മറ്റൊരു വിഷയമായ TJയുടെ വിഷയത്തിൽ കൃത്യമായിട്ട് നടപടി വരുന്നു. തീർച്ചയായിട്ടും പോലീസിൻ്റെതായ ജോലി ചെയ്യും. പോലീസിനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ആ രീതിയിൽ നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ പറയുന്ന പോലെ ഒരാളിനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറയാൻ എനിക്ക് പറ്റില്ലല്ലോ.
നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം നിയമത്തിന്റെ രീതിയിലേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കാരണം ഇതെല്ലാം കോടതിയുടെ നിരീക്ഷണത്തിനും സ്കൂട്ടണിക്കും വിധേയമാണ്. അപ്പം അതുകൊണ്ട് ഒരാളിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിയമവശങ്ങൾ പരിശോധിക്കണം, അയാളുടെ കുറ്റകൃത്യങ്ങളെ പറ്റി പരിശോധിക്കണം. ആ വ്യവസ്ഥാപിതമായ നടപടികളിലൂടെ മാത്രമേ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയൂ. ചില ആളുകൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും നാൾ ചോദിച്ചില്ല. അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ഇതിന് ചില വ്യവസ്ഥാപിതമായ നടപടി പോലീസിനില്ലേ? അപ്പൊ അത് പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീട് കോടതി വരുമ്പോൾ തിരിച്ചടി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പെറ്റീഷൻ കിട്ടിയ അപ്പോൾ തന്നെ ഞാൻ ആ പെറ്റീഷൻ IG ക്രൈംസിന് IG സൈബറിന് കൊടുത്തു. അവർ FIR ഇട്ടു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്തു. അത് എൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ തന്നെ ശ്രീ മോഹൻദാസിന്റെ കാര്യത്തിലുള്ള നടപടി തുടരും. ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ പേരിൽ വ്യാപകമായ പരിശോധന ഉണ്ടോ? പുതിയ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ അനുവദിക്കില്ല, ഒരു സംശയവുമല്ല. നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്, ജീവന സ്വത്തിന് സുരക്ഷിതത്വമാണ്. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ചില ആളുകളുണ്ട്, അവർ മര്യാദയ്ക്കിരിക്കണം. അങ്ങനെ ഗുണ്ടകളെ പോറ്റി വളർത്തി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് ആരും കരുതണ്ട. നാട്ടിൽ നിയമമുണ്ട്, നിയമത്തിനനുസരിച്ച് വേണം എല്ലാവരും പ്രവർത്തിക്കാൻ. എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെയാണ്. അതുകൊണ്ട് ഗുണ്ടകളെ ഉപയോഗിക്കുകയും റിയൽ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള ഇപ്പം ഗുണ്ടകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്തരം ഗുണ്ടകളെ ഒന്നും ഒരു കാരണവശാലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ശക്തമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാകും. ഇതിന്റെ പേരിൽ നിരപരാധികളുടെ വീടുകളിലൊക്കെ പോലീസ് കയറി അതിക്രമം കാണിക്കും. പത്തനംതിട്ടയിലെ അല്ല, ആരും ഒരു പോലീസും അതിക്രമമൊന്നും കാണിച്ചില്ല. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്നേ ഉള്ളൂ. ചെയ്തില്ലേ നിങ്ങൾ പറയാൻ പരിശോധിച്ചില്ലെന്ന് പറയും, ചെയ്താൽ പറയും അതിക്രമമാണെന്ന് പറയും. അത് വേണ്ട. പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുക്കണ്ടേ? ഇല്ല, അവർക്ക് എങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് നിരപരാധികളായ ആരെയും പോലീസ് ഉപദ്രവിക്കില്ല. പക്ഷെ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. ഇന്ന് കേരളം ആഗ്രഹിക്കുന്ന അതാണ്. അപ്പൊ അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പോലീസിനെ വെല്ലുവിളിച്ചങ്ങ് രക്ഷപ്പെട്ട് കളയാം. അധികം സ്മാർട്ട് ആവുന്നുണ്ട്, ആ പരിഗണന വേണ്ട. അധികം അങ്ങനെ സ്മാർട്ടായാലും എത്തത്തില്ല. ഓവർ സ്മാർട്ട്നെസ് വേണ്ട. അതാണല്ലോ ഇപ്പൊ തെളിഞ്ഞത്. അതുകൊണ്ട് കുറ്റവാളികളെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും.